കിടക്കാം. മകയിരം നക്ഷത്രം നാളികേര നേത്രം പോലെ ആകാശത്തിൽ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് മകയിരം നക്ഷത്രമായി അറിയപ്പെടുന്നത്. കൃത്യനിർവഹണത്തിൽ സമർത്ഥരും പ്രത്യുൽപ്പന്നമതികളുമായ ഈ നക്ഷത്രക്കാർ പൊതുവെ പ്രവർത്തന രംഗങ്ങളിൽ മികവ് പുലർത്തും. മധുരമായി സംസാരിക്കുവാൻ കഴിവുള്ള ഇവർക്ക് ആരെയും തൻ്റെ സ്വാധീനത്തിലാക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. മകയിരം നക്ഷത്രജാതർ പൊതുവെ അധ്വാനശീലരും കുടുംബസ്നേഹികളും ആയിരിക്കും. വലിയ ആഡംബരമൊന്നും ആഗ്രഹിക്കാത്ത ഇവർ ലളിതവും ആദർശപരവുമായ ജീവിതമാകും നയിക്കുക. വളരെ നല്ല ആത്മാർത്ഥ സ്വഭാവമുള്ളവരായിരിക്കും മകയിരം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ ഇവരോട് ഇടപെടുക എന്നത് മറ്റുള്ളവർക്ക് ഹൃദ്യവും സന്തോഷപ്രദവും ആയിരിക്കും. മകയിരം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളായിരിക്കും. അടിയുറച്ച ആത്മവിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും. കൂട്ടു ബിസിനസ്സുകളിലും മറ്റൊരാളിൽ വിശ്വാസമർപ്പിച്ചു ചെയ്യേണ്ടി വരുന്ന എല്ലാ ഇടപാടുകളിലും വളരെയധികം ഇവർ സൂക്ഷിക്കേണ്ടതാണ്. വിശ്വസിച്ച് ചെയ്യുന്ന പല സംഗതികളിലും ഇവർ പിന്നീട് ക്ലേശിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യേണ്ടി വന്നേക്കും. എന്നാലും വിശ്വാസലംഘനം ചെയ്യുന്നവരോട് നയപരമായി പെരുമാറി കാര്യം കാണാനുള്ള നയചാതുര്യവും ഇവർക്കുണ്ടായിരിക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും സംശയചിത്തരായിരിക്കും. ഇവരുടെ ഏത് കാര്യത്തിലും ഈ സംശയ മനോഭാവം നിഴലിക്കും. മിതമായി ചിലവ് ചെയ്യണമെന്നുള്ള ആദർശം ഇവർ എല്ലാവരോടും ഉപദേശിക്കാറുണ്ടെങ്കിലും ഇവർക്കത് സാധ്യമാകാറില്ല. ഓരോരോ ബാധ്യതകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുമെന്നതിനാൽ തന്നെ മിക്കപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇവർ പെട്ടുപോകാറുണ്ട്. വരവിൽ കവിഞ്ഞ ചെലവുകാരാണ് മകയിരം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും. പലരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുകയും അവയെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയും ഇവർക്കുണ്ട്. വളരെ വിശ്വാസികളും ധൈര്യശാലികളുമാണ് ഇവരെന്ന് തോന്നിപ്പിക്കുമെങ്കിലും സത്യത്തിൽ ഇവർ ആരെയും അത്ര കണ്ട് വിശ്വസിക്കാത്തവരും നേരിയ ഭയമുള്ളവരും ആയിരിക്കും. പൊതുവെ സമാധാനക്കുറവുള്ളവരും പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരുമായിരിക്കും മകയിരം നക്ഷത്രക്കാർ. ഇവർക്ക് സഹോദര ഗുണം പൊതുവെ കുറവായിരിക്കും. ആരോഗ്യവും അഭിമാനബോധവും നിഷ്കളങ്കതയും ഇവർ എപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ അകപ്പെടുക നിമിത്തം പലപ്പോഴും കഷ്ടനഷ്ടങ്ങളും സംഭവിക്കാറുണ്ട്. വലുതും ചെറുതുമായ ബിസിനസ്സുകളിൽ ഇവർക്ക് വലിയ മേന്മ ഉണ്ടാകാറില്ല. എന്നാൽ ചില ഇടത്തരം ബിസിനസ്സുകളിൽ ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയും. വലിയ മുതൽ മുടക്ക് കൂടാതെയുള്ള ബുദ്ധിപരമായ പ്രവർത്തിക്കുന്ന ബിസിനസ്സിലാകും ഇവർക്ക് കൂടുതൽ ശ്രേയസ്. ഔദ്യോഗിക രംഗങ്ങളിലും വളരെയധികം ശോഭിക്കുവാൻ ഇവർക്ക് പൊതുവെ കഴിയുന്നതാണ്. മകയിരം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂട്ടുകെട്ടുകളിലാണ്. എന്തെന്നാൽ കൂട്ടുകെട്ടുകളുടെ നന്മ തിന്മകൾക്ക് അനുസരണമായി ഇവരുടെ ജീവിതവും മാറിക്കൊണ്ടിരിക്കും. ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ അസാൻമാർഗികമായ വഴികളിൽ അകപ്പെടുകയും അതിനിമിത്തം അധപ്പതിക്കുകയും ചെയ്തെന്നും വന്നേക്കും. എങ്കിലും എത്ര വലിയ കൂട്ടുകെട്ടുകളാണെങ്കിലും വേണ്ടെന്ന് വെച്ചാൽ അവയിൽ നിന്നെല്ലാം പെട്ടെന്ന് പിന്മാറാനും ഇവർക്ക് കഴിയും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യതയും രൂപഗുണവും ഉള്ളവരായിരിക്കും. വാക്കുകളിലും പ്രവൃത്തികളിലും സൗമ്യഭാവമാകും ഇവരിൽ മുന്നിട്ട് നിൽക്കുക. ഇവർ പൊതുവെ ഭാഗ്യവതികളായിട്ടാണ് കാണപ്പെടാറുള്ളത്. ശരീരശുദ്ധിയിൽ എന്നതുപോലെ തന്നെ ശുചീകരണ വിഷയത്തിലും ഇവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരിഭ്രമിക്കുന്ന സ്വഭാവമുള്ളതിനാൽ മനഃശാന്തിയും പൊതുവെ ഇവർക്ക് കുറവായിരിക്കും. മകയിരം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 3 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടത നിറഞ്ഞിരിക്കുന്നതായ സമയമാണ്. 3 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷം മിശ്രം. വിദ്യാഭ്യാസത്തിൽ ഈ സമയത്ത് കൂടുതലായിരിക്കുന്ന ശ്രദ്ധ വേണ്ടതാണ്. കാര്യതടസ്സം, അപമാനഭീതി തുടങ്ങിയ ദോഷഫലങ്ങൾക്കും ഇടയുണ്ട്. 21 വയസ്സ് മുതൽക്ക് 37 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെയധികം അഭിവൃദ്ധി നിറഞ്ഞിരിക്കുന്നതായ കാലഘട്ടമാണ്. വിവാഹാദി മംഗളകാര്യയോഗം, സൽസന്താന പ്രാപ്തി, തൊഴിൽ മുന്നേറ്റം, ഗൃഹവാഹന ലാഭം തുടങ്ങിയവ ഈ സമയത്തിൽ അനുഭവത്തിൽ വരും. 37 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. സന്താനാദികളാൽ അഭിവൃദ്ധി, തൊഴിൽ ഗുണം, രാജപ്രഭുജന പ്രീതി തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്കൊപ്പം തന്നെ ദേഹാസ്വസ്ഥത, ബന്ധുജനവിരോധം തുടങ്ങിയവയും അനുഭവമാകും. 56 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായ സമയമാണ്. ഇഷ്ടബന്ധുജന സമാഗമം, പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഈ സമയത്തിൽ അനുഭവമാകും. 73 വയസ്സിന് ശേഷം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമായിരിക്കും. മകയിരം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ പുണർദം, ആയില്യം, പൂരം എന്നീ നക്ഷത്രങ്ങളും
മകീരം എടവൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ധനുരാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളും, മിഥുനം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്ര ജാതർക്ക് മകരം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് വ്യാഴന്റെയും ബുധന്റെയും ശുക്രന്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. മകയിരം നക്ഷത്രക്കാർ ഭഗവതിയെയും വിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നതും ഗുണം ചെയ്യും. മകയിരം, ചിത്ര, അവിട്ടം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റു ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. മകയിരം നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ ചെയ്യാവുന്നതാണ്. മകയിരം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികളുടെ ജന്മവൃക്ഷം കരിങ്ങാലിയാണ്. പാമ്പാണ് മൃഗം, പുള്ള് പക്ഷി, സ്ത്രീ യോനി, ദേവഗണം, ചന്ദ്രനാണ് താവരദേവത. മകയിരം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികളുടെ അനുകൂലമായിരിക്കുന്ന നിറങ്ങൾ ചുവപ്പാണ്. അനുയോജ്യമായ രത്നം പവിഴമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക.